ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ഒരു വ്ളോഗിൽ കണ്ണൂർ കല്യാണമായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 1 ആയിരുന്നു ആ വീഡിയോയിൽ. ഇത് പാർട്ട് 2 ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ റിസപ്ഷൻ്റെ അവിടം വരെ ആയിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മളിത് കല്യാണത്തിൻ്റെ ദിവസമാണിത്. അപ്പോൾ കല്യാണത്തിൻ്റെ ദിവസം നമ്മൾ രാവിലെ ജസ്റ്റ് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ താഴെ തന്നെ നമ്മുടെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നല്ല കത്ത് റേറ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അത്രയും റേറ്റൊന്നും ഇല്ലായിരുന്നു. നല്ല ഫുഡായിരുന്നു. 40 രൂപ 50 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നെയ്റോസ്റ്റും സാമ്പാറും അതെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഒരുക്കിയിട്ടൊക്കെ വരാം. ഇത് പകുതി ഒരുക്കേ ആയുള്ളൂ കേട്ടോ. അതാ. അപ്പം നമ്മളുടെ അടുത്ത പരിപാടി മേക്കപ്പ് ഇടുക എന്നുള്ളതാണ്. അപ്പം മേക്കപ്പ് ഇടാനും അവിടെ സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ബഹളങ്ങളാണ് ഇവിടെ നടക്കുന്നതെല്ലാം. ഹലോ ഗായ്സ്, ഞങ്ങൾ റെഡിയായി. ഇങ്ങോട്ട് നല്ല കാണത്തുള്ളത്. എല്ലാരും സാരി, ഞാൻ മാത്രം വെറൈറ്റി. എല്ലാരും വന്നോ? എന്തി അമൃത എന്തി കാണുന്നുണ്ടോ? എനിക്കറിയാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷോർട്സിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കല്യാണ മണ്ഡപത്തിലോട്ട് പോവാണ്. അപ്പോൾ ഒരു 5 മിനിറ്റാണ് നമുക്ക് അവിടെ നിന്ന് നടക്കാനുള്ളത്. നമ്മുടെ ലൊക്കേഷൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ മേക്കപ്പ് പ്രധാനമാണല്ലോ, അത് പോവരുതല്ലോ. അതുകൊണ്ട് നമ്മൾ പയ്യെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ള, അതുകൊണ്ട് ഫ്രെയിമിൽ എപ്പോഴും വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, പക്ഷെ വരാറില്ല. അപ്പോൾ ഫൈനലി ഇതാ നമ്മൾ കല്യാണ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ഔട്ട്ഫിറ്റും മേക്കപ്പും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു ഓർണമെൻറ്റ് സെറ്റിങ്ങും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ നേരെ സ്റ്റേജിലോട്ട് പോയി. നമ്മളപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ചെക്കൻ്റെ എൻട്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേട്ടനോട് മാക്സിമം നമുക്കൊരു ഹായ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പെടാപ്പാട് വിടുന്നുണ്ടായിരുന്നു. എന്തായാലും അവസാനം ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ഹായ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിലോട്ട് കയറിയിരിക്കുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒരു സിറ്റിംഗ് മാത്രം അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളിങ്ങനെ കുഴി കിടക്കുന്ന കണക്കായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ കല്യാണമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സൈഡിൽ പോയി നിന്നപ്പോഴത്തേക്കും നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി ആയിരുന്നു. അങ്ങനെ പിന്നെ താലികെട്ടും കാര്യങ്ങളും അവരുടേതായ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കാണുകയാണ്, വീഡിയോസൊക്കെ എടുക്കുന്നു. കാരണം നമുക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സീറ്റിംഗ് ഭയങ്കര താഴ്ന്ന് കിടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല തിരക്ക് കാരണം പോകാതിരുന്നതാണ്. പിന്നെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഊട്ടുപുരയിലേക്ക് വന്നു. അപ്പോൾ സദ്യയെല്ലാം കൊള്ളായിരുന്നു. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു രീതിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് വൈകിട്ട് ട്രെയിൻ ഉണ്ടായതുകൊണ്ട് നേരെ നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കണ്ണൂരിന് വിട. അതെ, ഞാൻ പനിയുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. തൽക്കാലം കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ ജനറലിലാ പോവാൻ പോകുന്നത്. അതിന്റെ വീഡിയോ അങ്ങനെ നമ്മൾ താഴെ നമ്മുടെ ഹോട്ടലിൻ്റെ ആ ഒരു ഓണറിനോട് നമ്മളൊരു ഓട്ടോ നമുക്ക് ബുക്ക് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഓട്ടോയൊക്കെ വിളിച്ച് നമ്മൾ നേരെ താഴേക്ക് വന്ന് ഓട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ ഓട്ടോയിൽ കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ജനറലും കൂടി ആ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബ്രെഡും ജാമും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും കേക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഫുഡൊന്നും വേറെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ടേ നമ്മുടെ വിശപ്പിനെ ഒന്ന് അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്രൗണി കൊതി കൊണ്ടെടുത്തെങ്കിലും ഞാൻ മുകളിൽ ഇരുന്ന് കഴിക്കാൻ നേരം ആ ബ്രൗണി താഴെ വീണ് എല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ ഒരു 7 മണി കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതുവരെ അവിടെ കുറേ നേരം ഇങ്ങനെ ചുമ്മാ ഫോണിലൊക്കെ കളിച്ചും എടുത്തൊക്കെ നമ്മളവിടെ ഇരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കയറിയിരിക്കുകയാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ. അപ്പം നമ്മൾ മുകളിൽ തന്നെ കയറി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും ഇരിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഇരുന്നിരുന്നിരുന്ന് അവസാനം വെളുപ്പാരാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ കൊല്ലം സ്റ്റേഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല ഉറക്കക്ഷീണം എല്ലാം ഉണ്ടായിരുന്നു, വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കണ്ണൂർ കല്യാണം ഇവിടെ തീരുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.